ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാർക്ക് ട്വെയിൻ്റെ ടെലിഫോണിക് കോൺവെർസേഷനാണ് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. Mark Twain's a short story, A Telephonic Conversation, humorously explores the early days of telephone technology. അപ്പോൾ ഈ ടെലിഫോണൊക്കെ കണ്ടുപിടിച്ച ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു അവസ്ഥേനെ, ടെലിഫോൺ യൂസ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥേനെ അല്ലെങ്കിൽ അതിനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ഈ ടെലിഫോണിക് കോൺവെർസേഷൻ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയിൽ കൂടെ ചെയ്യുന്നത്. പബ്ലിഷ്ഡ് ഇൻ 1878, ദ സ്റ്റോറി പ്രസൻസ് എ കോമിക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കുറച്ച് കോമിക്കൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ട്വെയിൻ യൂസസ് ദിസ് ഇൻട്രാക്ഷൻ ടു ഹൈലൈറ്റ് ദ അമ്യൂസിംഗ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് ചാലഞ്ചസ് that came with adopting this new communication tool. അതായത് ഇങ്ങനെ ടെലിഫോൺ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മൾ അപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ പോലെ നമ്മുടെ കയ്യിലുള്ള നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു ടെലിഫോൺ എന്ന് പറയുന്ന സംഭവം തന്നെ എന്തോ വലിയൊരു സംഭവമായിട്ടാണ് അവർ കണ്ടിരുന്നത്. കാരണം അവർക്ക് അപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനൊരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊരു ഒരാശയം അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാർഗ്ഗം അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു അത്രയും പഴക്കമുള്ള ആ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അവരത് എങ്ങനെയായിരിക്കും ആ ഒരു രീതിയെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററിലോട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എ ടെലിഫോണിക് കോൺവെർസേഷൻ റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. Consider that a conversation by telephone, when you are simply sitting by and not taking any part in that conversation, is one of the solemnest curiosities of modern life. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരാൾ നമ്മുടെ അടുത്തിരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ദൂരത്ത് ഇരുന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സ്പീക്കറിലല്ല ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആ വ്യക്തിയുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് പകുതി കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നേരെ ഓപ്പോസിറ്റ് മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ആശയം എന്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്ന കോണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പകുതി മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. അപ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുന്ന നമ്മൾ ചിലപ്പോൾ പറയുന്നു, അതെയോ അങ്ങനെ സംഭവിച്ചോ, ഓ മൈ ഗോഡ് എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി സംസാരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അയ്യോ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കും. പക്ഷേ അത് അത്രയും വലിയൊരു കാര്യം ഒന്നും ആയിരിക്കും. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും, ആ ഒരു കാര്യം എന്താണെന്ന് അറിഞ്ഞ ശേഷമാണ് നമുക്ക് മനസ്സിലാവുക, ഇത്രയേ ഉള്ളൂ, ഇതിനായിരുന്നു ഇത്രയും ആശ്ചര്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടാകും, ഇത്രയും അത്ഭുതപ്പെട്ടിട്ട് ഞെട്ടിയിട്ടൊക്കെ സംസാരിച്ചാൽ നമുക്ക് തോന്നും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്റ്റർഡേ ഐ വാസ് റൈറ്റിംഗ് എ ഡീപ്പ് ആർട്ടിക്കിൾ ഓൺ എ സബ്ലൈം ഫിലോസഫിക്കൽ സബ്ജക്ട് വൈൽ സച്ച് എ കോൺവെർസേഷൻ വാസ് ഗോയിങ് ഓൺ ഇൻ ദ റൂം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ റൂമിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക, ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ നിന്നിട്ട് ഫോണിൽ സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഐ നോട്ടീസ് ദാറ്റ് വൺ ക്യാൻ ഓൾവേസ് റൈറ്റ് ബെസ്റ്റ് വെൻ സംബഡി ഈസ് ടോക്കിംഗ് ത്രൂ എ ടെലിഫോൺ ക്ലോസ് ബൈ. അപ്പോൾ അദ്ദേഹം പറയാം, എന്തായാലും നമ്മുടെ അടുത്തിരുന്ന ഒരാളിങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുക. അതൊരു കോമഡി ആയിട്ടാണ് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചിന്തിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും എഴുതുക പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് അദ്ദേഹം അതിന് കോമഡി ആയിട്ട് അദ്ദേഹം പറഞ്ഞാൽ, അടുത്തിരുന്ന ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെയാണല്ലോ നമുക്ക് നല്ലോണം ഭാവന വരിക എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറയുന്നത്. വെൽ ദ തിങ് ബിഗാൻ in this way. അപ്പോൾ ഇതാണ് സംഭവം എന്താണെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്. A member of our household came in and asked me to have our house put into communication with Mr. Bagley's downtown. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഒരംഗം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് പറയുന്നത്. നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ജസ്റ്റ് മിസ്റ്റർ ബാഗ്ലിയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്. I have observed in many cities that the sex always shrink from calling up the central office themselves. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ മാതിരി ഡയറക്റ്റ് നമ്പർ ഡയൽ ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ആരാണ് വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തുകയല്ല ചെയ്യുക. നമ്മൾ ഫസ്റ്റ് വിളിക്കുമ്പോൾ അത് സെൻട്രൽ ഓഫീസിലോട്ടാണ് കണക്റ്റ് ആവുക. സെൻട്രൽ ഓഫീസിൽ നിന്നാണ് നമുക്ക് ആരെയാണോ കണക്ട് ചെയ്യേണ്ടത് അവരുടെ അടുത്തേക്ക് ആ കോൾ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പറയും ഈ ഒരു സെക്സിന് ഇവിടെ സെക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ വിമൻ എന്നുള്ളൊരു മീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് എന്താണ് ഇത്തരത്തിൽ സെൻട്രൽ ഓഫീസിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ പോലും വയ്യ, അല്ലെങ്കിൽ അവരത് എപ്പോഴും വീട്ടിലത്തെ പുരുഷന്മാരാണ് അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് സ്ത്രീകളുടെ ഒരു ഡിപ്പെൻഡൻസിയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതായത് ഇപ്പോൾ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരുവിധം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭാഗം സ്ത്രീകൾ എന്ത് ചെയ്യും, വീട്ടിലത്തെ എന്താ പറയുക പുരുഷന്മാരെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ ബ്രദറിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്ന സ്വഭാവമുള്ള നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിക്ക് മാറി നിന്ന് കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ കാണും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് തരുക എന്നുള്ള രീതിക്കാണ് ആ വൈഫ് അവിടെ ഇടപെടുന്നത് നമുക്ക് അവിടെ മനസ്സിലാവും. ഐ ഡോണ്ട് നോ വൈ ബട്ട് ദേ ഡു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കാൻ ഇവർക്ക് ലേഡീസിന് എന്തിനാണ് ഇത്ര മടിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരങ്ങനെയാണ് ചെയ്യാറുള്ളത്, അവർക്ക് അങ്ങനെ മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിളിച്ചു കൊടുക്കുകയാണ്. സോ ഐ ടച്ച് ദ ബെൽ ആൻഡ് ദസ് ടോക്ക് എൻസ്യൂഡ്. അപ്പോൾ അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സെൻട്രൽ ഓഫീസിലേക്കാണ് ആദ്യം കോൾ പോകുന്നത്. അപ്പോൾ ഒരു ഗ്രഫി ആയിട്ടുള്ള ഒരു ടോണിലാണ് അദ്ദേഹം അവിടെ നിന്ന് നമുക്ക് കോൾ കേൾക്കുന്നത്. ഹലോ. അപ്പോൾ ഐ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കേട്ടോ, നമ്മുടെ റൈറ്ററാണ്. ദ സെൻട്രൽ ഓഫീസ്. അപ്പോൾ ഇതാണോ സെൻട്രൽ ഓഫീസ് തന്നെ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സെൻട്രൽ ഓഫീസിൻ്റെ ഒരു മറുപടിയാണ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്, വാട്ട് ഡു യു വോണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഓഫീസ് തന്നെയാണ്, താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് വിൽ യു സ്വിച്ച് മീ ഓൺ ടു ദ ബാഗ്ലീസ് പ്ലീസ്. അപ്പോൾ ബാഗ്ലിയുടെ വീട്ടിലോട്ട് അവിടുത്തെ നമ്പറിലോട്ടൊന്ന് കണക്ട് ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓൾ റൈറ്റ് ജസ്റ്റ് കീപ് യുവർ ഇയർ ടു ദ ടെലിഫോൺ. അപ്പോൾ ശരി അതിനെന്താ ജസ്റ്റ് ടെലിഫോണിൽ തന്നെ ഹോൾഡ് ചെയ്യുമെന്ന് നമ്മൾ പറയില്ല, അതുപോലെ അങ്ങ് നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. ദെൻ ഐ ഹേർഡ് ക്ലോക്ക് 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 ലോക്ക് ലോക്ക്. അപ്പോൾ ഇതാ റിങ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് കേട്ടോ. ദെൻ എ ഹൊറിബിൾ ഗ്രിറ്റിംഗ് ഓഫ് ടീത്ത് ആൻഡ് ഫൈനലി എ പൈപ്പിംഗ് ഫീമെയിൽ വോയിസ് യെസ്. അപ്പോൾ അങ്ങനെ കോള് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ബാഗ്ലിയുടെ വീട്ടിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലേഡി വന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. യെസ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. റൈസിങ് ഇൻഫ്ലക്ഷൻ ഡിഡ് യു വിഷ് ടു സ്പീക്ക് ടു മീ. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണോ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണോ താങ്കൾ വിളിക്കുന്നത് എന്ന രീതിക്ക് ആ ലേഡി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനല്ല സംസാരിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ വൈഫിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഈ സ്ത്രീയോടാണ് സംസാരിക്കേണ്ടത്, ബാഗ്ലിയുടെ വൈഫായിരിക്കും. അപ്പോൾ അവരുടെ അടുത്താണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഫോൺ അപ്പോൾ അവർക്ക് കൈമാറുമല്ലോ. വിതൗട്ട് ആൻസറിങ് ഐ ഹാൻഡഡ് ദ ടെലിഫോൺ ടു ദ അപ്ലിക്കൻറ്റ് ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ അതിന് ആൻസർ പറയാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഫോൺ എടുത്ത് വൈഫിന് കൊടുക്കുകയാണ്. ദെൻ ഫോളോഡ് ദാറ്റ് ക്യൂറസ്റ്റ് ഓഫ് ഓൾ ദ ക്യൂർ തിങ്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഏറ്റവും എന്താ പറയുക വിചിത്രമായ സംഭവങ്ങൾ പിന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു ഫോൺ കോളാണ്, അതിന് അദ്ദേഹം ഭയങ്കര എന്തോ വലിയൊരു സംഭവമായിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത്. എ കോൺവെർസേഷൻ വിത്ത് ഓൺലി വൺ എൻഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നത് എന്ത് മാത്രമായിരിക്കും, ആ ഒരു കോൺവെർസേഷനിലെ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ വൈഫ് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. യു ഹിയർ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. നമ്മൾ എന്ത് മാത്രമേ കേൾക്കുള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രം കേൾക്കും. യു ഡോണ്ട് ഹിയർ ദ ആൻസർ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന ആൻസർ നമുക്ക് കേൾക്കാൻ പറ്റില്ല. യു ഹിയർ ഇൻവിറ്റേഷൻസ് ഗിവൺ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻവിറ്റേഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. യു ഹിയർ നോ താങ്ക്സ് ഇൻ റിട്ടേൺ. തിരിച്ച് താങ്ക്സ് പറയുന്നുണ്ടോ ഇല്ല അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. യു ഹാവ് ലിസണിങ് പോസസ് ഓഫ് ഡെഡ് സൈലൻസ്. നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കുറേ നേരം സൈലൻസ് കേൾക്കേണ്ടി വരും, കാരണം ഫോണിൽ നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് പറയുന്ന ആൾ പറയുന്നത് കേൾക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കേൾക്കുള്ളൂ, ആകെ ഈ സൈലൻസ് മാത്രമേ കേൾക്കുള്ളൂ. ഫോളോഡ് ബൈ അപ്പാരൻ്റ്ലി ഇറലവൻറ്റ് ആൻഡ് അൺജസ്റ്റിഫയബിൾ എക്സ്ക്ലമേഷൻസ് ഓഫ് ഗ്ലാഡ്, സർപ്രൈസ് ഓർ സോറോ ഓർ ഡിസ്മേ. അപ്പോൾ അത് എന്തിനാണ്, സർപ്രൈസ് ആണോ, എന്താ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. യു കാൺ മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ദ ടോക്ക്. നമുക്ക് എന്ത് കിട്ടില്ല, തലയും വാലും തുമ്പൊന്നും കിട്ടില്ല എന്ന് പറയില്ലേ, അതുപോലെ എന്താ പറയണമെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടില്ല. ബിക്കോസ് യു നെവർ ഹിയർ എനിത്തിങ് ദാറ്റ് ദ പേഴ്സൺ ഓഫ് ദ അതർ എൻഡ് ഓഫ് ദ വയ സേസ്. അപ്പോൾ നമ്മൾ കാരണം എന്താ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. വെൽ ഐ ഹേർഡ് ദ ഫോളോയിങ് റിമാർക്കബിൾ സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് ഓൾ ഫ്രം ദ വൺ ടങ്. ഞാൻ ഈ താഴെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേട്ടത്. ആകെ ആരുടെ നാവിൽ നിന്നാണ് കേൾക്കുന്നത്, ആകെ ഒരേ ഒരു നാവിൽ നിന്നാണ് കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫിൽ നിന്ന്. ആൻഡ് ഓൾ ഷൗട്ടഡ് for you can't ever persuade the sex to speak gently into a telephone. അപ്പോൾ ആകെ കൂടെ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ടെലിഫോണിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലേഡീസിന് മേ ബി എന്താ പറയുക, ഒരു സ്ത്രീകൾക്ക് എന്തിനു സാധിക്കില്ല, ഒരു മയത്തിലൊന്നും സംസാരിക്കാൻ അറിയില്ലേ എന്നുള്ള രീതിക്ക് ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു മയത്തിലൊന്നും സംസാരിക്കാൻ പറ്റാത്ത എന്നൊരു എന്താ പറയുക ഒരു ചോദ്യം, അല്ലെങ്കിൽ അതിനൊരു ഉത്തരം അദ്ദേഹത്തിന് കിട്ടാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം അവസാനമാകുമ്പോഴേക്കും എത്തുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ മലയാളത്തിൽ പറയാൻ
ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, മിക്കവാറും അതൊരു ബോറിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ ലൈൻ വായിക്കുക, പോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോസ് എന്ന് പറയുന്ന സെക്ഷൻ ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കുകയാണ്, ഫോണിൻ്റെ അപ്പുറത്തുള്ള ആൾ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് പോസ് എന്നുള്ളവരെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ ലൈൻ വായിച്ച് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എങ്കിലും ഞാനത് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ മീനിങ് പറയും കേട്ടോ. യെസ്, വൈ, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അപ്പോൾ ഇത് ചോദിക്കുന്നത് ആരാണ്? ഇത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് അവർ ചോദിക്കുന്നത്. യെസ്, വൈ, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അത് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള ഭയങ്കര ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. വീണ്ടും അവിടെ നിന്ന് ഒരു പോസ് ആണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പോസ് എന്നുള്ള സെക്ഷൻ ഞാൻ പറയുന്നില്ല. വാട്ട് ഡിഡ് യു സേ? അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്, എന്താണ് നിങ്ങൾ പറയുന്നത്? ഓ നോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കുമെന്ന്, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നോ, ഓ നോ, I didn't mean that. I meant put it in while it is still boiling or just before it comes to a boil. ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ബോയിൽ ആവുന്ന ആ ഒരു സമയത്ത് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വാട്ട്? വീണ്ടും എന്തോ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് എന്തോ ഭയങ്കരമായിട്ടൊരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ആശ്ചര്യത്തോടു കൂടി ഞെട്ടലോട് കൂടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. വാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. I turned it over with a back stitch on the selvage edge. അപ്പോൾ ഞാനത് തുന്നിയിട്ടുണ്ടായിരുന്നത് ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ്ങിനാണ്, തുന്നലിനെയാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ സെൽവേജ് എഡ്ജിൽ ചെയ്യാറുള്ളത്. സെൽവേജ് എഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തുണികളുടെയൊക്കെ നമുക്ക് എന്താ പറയുക, സാധാരണ എല്ലാ ഭാഗത്തും ഉള്ള ഒരു സ്റ്റിച്ചിങ് ആയിരിക്കില്ല അരികുകളിലേക്ക്, വക്കിലേക്ക് എത്തുന്ന സമയത്ത്. അതായത് ആ നൂല് അഴിഞ്ഞു പോരാതിരിക്കാൻ പാകത്തിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ് എഡ്ജുകളിൽ വരുന്നത്. അപ്പോൾ അതിനെയാണ് ഈ സെൽവേജ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ സെൽവേജ് എഡ്ജിലൊക്കെ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നാണ് അവർ പറയുന്നത്. യെസ്, ഐ ലൈക്ക് ദാറ്റ് വേ ടു. എനിക്ക് ആ ഒരു വഴിയും ആ ഒരു രീതി എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ബാച്ച് ഇറ്റ് ഓൺ വിത്ത് വാലൻഷ്യൻസ് ഓർ ബൊംബസൈൻ ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഇറ്റ് ഗിവ്സ് ഇറ്റ് സച്ച് ആൻ എയർ ആൻഡ് അട്രാക്ട് സോ മച്ച് നോയ്സ്. അപ്പോൾ വാലൻഷ്യൻസ് എന്നും അതേപോലെ ബൊംബസൈൻ എന്നൊക്കെ പറയുന്നത് മെറ്റീരിയൽസ് ആണ് കേട്ടോ, ക്ലോത്ത്സ് ആണ്. അപ്പോൾ അതിൽ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എന്താ പറയുക, ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. It's 49th Deuteronomy, 64th to 97th inclusive. I think we ought all to read it often. അപ്പോൾ ഡിട്രോണമി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ബൈബിളിക്കൽ റെഫറൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നത് 5th ബുക്ക് ഓഫ് ദി ഹെബ്രിയു ബൈബിൾ ആൻഡ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഓഫ് ദി ക്രിസ്ത്യൻ ബൈബിൾ, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പോർഷൻസ് ആണ് പറയുന്നത്. 64th അതേപോലെ തന്നെ 49th എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടുകളൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്, നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. പെർഹാപ്സ് സോ ഐ ജനറലി യൂസ് എ ഹെയർ പിൻ. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാൻ പൊതുവെ ഒരു ഹെയർ പിന്നാണ് യൂസ് ചെയ്യാറുള്ളത്. വാട്ട് ഡിഡ് യു സേ? എസൈഡ് ചിൽഡ്രൻ ഡു ബി ക്വയറ്റ്. അപ്പോൾ അത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്, ഒരു ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ടെലിഫോണിൻ്റെ ആ ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ റേഞ്ച് പോലത്തെ കാര്യങ്ങളുടെയൊക്കെ ഇഷ്യൂ ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്, എറേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എസൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെലിഫോൺ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികളോട് പറയുന്നതാണ്. ചിൽഡ്രൻ ഡു ബി ക്വയറ്റ്, മിണ്ടാതിരിക്കുക പിള്ളേരെ എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ടെലിഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് കുട്ടികളോട് ചീത്ത പറയണം, മിണ്ടാതിരിക്കുക, എനിക്കൊന്നും കേൾക്കണില്ല എന്നുള്ള രീതിക്ക്. ഓ ബി ഫ്ലാറ്റ്, ഡിയർ മീ, ഐ തോട്ട് യു സെഡ് ഇറ്റ് വാസ് ദ ക്യാറ്റ്. ബി ഫ്ലാറ്റ് എന്നുള്ളത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ അതെന്താണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു അറിവ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളവർ കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വീണ്ടും അവിടെ പോസ്റ്റ് വരുന്നുണ്ട്. സിൻസ് വെൻ, എപ്പോൾ മുതൽക്കാണ് സംഭവിച്ചത്? വൈ, ഐ നെവർ ഹെഡ് ഓഫ് ഇറ്റ്. എന്തുകൊണ്ട്? ഞാൻ ഇതുവരെ അങ്ങനെ സംഭവം കേട്ടിട്ടേ ഇല്ല. യു അസ്റ്റൗണ്ട് മീ, ഇറ്റ് സീംസ് അട്ടേർലി ഇമ്പോസിബിൾ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ നീ എന്നെ വല്ലാതെ ഞെട്ടിച്ച് കളഞ്ഞു, ഞാൻ ആകെ ഷോക്ക്ഡായിപ്പോയി, ഇത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഏതാണെന്നൊന്നും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എന്തോ അസാധ്യമായി, എന്തോ നമ്മളെ എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്ന എന്തോ കാര്യം നടന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. എന്താണ് ഇനിയിപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുമോ ഒന്നും നമുക്കറിയില്ല. ഹൂ ഡിഡ്, ആരാണ് ചെയ്തത്? ഗുഡ്നസ് ഗ്രേഷ്യസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എൻ്റെ ദൈവമേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിക്കാണ്. വെൽ, വാട്ട് ഇസ് ദിസ് വേൾഡ് കമ്മിങ് ടു? വാസ് ഇറ്റ് റൈറ്റ് ഇൻ ചർച്ച്? അപ്പോൾ എവിടേക്കാണ് ഈ ലോകം പോകുന്നത് എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ പറയില്ലേ, അപ്പോൾ അത് ചർച്ചിൽ തന്നെ അല്ലേ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ പോസ് വരുന്നുണ്ട്. ആൻഡ് വാസ് ഹർ മദർ ദ? അപ്പോൾ അവളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ?
വൈ മിസ്സസ് ബാഗ്ലി? ഐ ഷുഡ് ഹാവ് ഡൈഡ് ഓഫ് ഹ്യൂമിലിയേഷൻ. വാട്ട് ഡിഡ് ദേ ഡു? അപ്പം ഞാൻ എന്തായാലും എന്ത് ചെയ്യും? ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഒരു അപമാനം കൊണ്ട് ഞാൻ മരിച്ചേനെ. അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്തത്? പിന്നെ നമുക്ക് കേൾക്കുന്നൊരു ലോങ് പോസാണ്. ഇത്രയും നേരം പോസാണ് കേൾക്കുന്നതിന്, ഇപ്രാവശ്യം ലോങ് പോസാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കുറേ നേരം ഇതിനുള്ള മറുപടി ആയിട്ട്. I can't be perfectly sure because I haven't the notes by me, but I think it goes something like this. ഇനി മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പറയുന്നത് എനിക്കത് കറക്റ്റായിട്ട് എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് എനിക്കത് എന്താ പറയുക ഷുവർ ഒന്നുമല്ല ഞാൻ ആ കാര്യത്തിൽ. അതേപോലെ തന്നെ എന്താണ് എൻ്റെ അടുത്ത് അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നോട്ട്സ് വെച്ചിട്ട് മ്യൂസിക്കിൻ്റെ നോട്ട്സാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ നോട്ട് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെയാണ് എന്ന് വേണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ പാടി കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ആൻഡ് ദെൻ റിപ്പീറ്റ് യു നോ. അപ്പോൾ ആ ഒരു സെക്ഷൻ പാടി കേൾപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ ഇനി ഇതന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി, എനിക്ക് അറിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ നോട്ട് വരുന്നത് മ്യൂസിക്കിൻ്റെ എന്നാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. യെസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി സ്വീറ്റ്. ആ ഈ ഒരു എന്താ പറയുക, ഇത് ഭയങ്കര സ്വീറ്റാണ് ആൻഡ് വെരി സോളം ആൻഡ് ഇംപ്രസീവ്. ഭയങ്കരമായിട്ട് എന്താ നമ്മളെ എന്താ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിൽ, ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ്. ഇഫ് യു ഗെറ്റ് ദ അൻറ്റാൻറ്റിനോ ആൻഡ് പിയാനിസമോ റൈറ്റ്. അപ്പോൾ അൻറ്റാൻറ്റിനോ ഇതേപോലെ തന്നെ പിയാനിസമോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണ്. ഇത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ടേംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അപ്പോൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിക്ക് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്നവർ പറയുന്നുണ്ട്. ഓ ഗം ഡ്രോപ്സ് ബട്ട് ഐ നെവർ അലൗ ദം ടു ഈറ്റ് സ്ട്രൈപ്ഡ് ക്യാൻഡി. അപ്പോൾ പറയാം ഞാനൊരിക്കലും എന്ത് ചെയ്യാറില്ല, അവർക്ക് സ്ട്രൈപ്ഡ് ക്യാൻഡീസ് ഒന്നും കൊടുക്കാറില്ല. അതായത് ഇങ്ങനെ മധുരം ഗം ഡ്രോപ്സ് എന്ന് പറയുന്നത് ഈ ജെല്ലി മിഠായി പോലത്തെയൊക്കെ പുറത്ത് ഷുഗർ കോട്ടിംഗ് ഒക്കെ ഉള്ള എന്താ പല പല കളറിലുള്ള മിഠായി ഇല്ല, ഇങ്ങനെ സ്ക്വയർ പോലത്തെ അല്ല ക്യൂബായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോക്ലേറ്റ് മിഠായിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, കുട്ടികൾക്ക് അതൊന്നും കഴിക്കാൻ കൊടുക്കാറില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദേ കാൺ ടിൽ ദേ ഗെറ്റ് ദെയർ ടീത്ത് എനിവേ. അപ്പോൾ അല്ല അവർക്ക് കഴിക്കാനും പറ്റില്ല, കാരണം കുട്ടികൾക്ക് എന്ത് വന്നിട്ടില്ല, പല്ലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് കഴിക്കാനും പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. വാട്ട്? ഓ നോട്ട് ഇൻ ദ ലീസ്റ്റ്, ഗോ റൈറ്റ് ഓൺ ഹിസ് ഹിയർ റൈറ്റിംഗ്, ഇറ്റ് ഡസൻറ്റ് ബോദർ ഹിം. അപ്പോൾ അവർ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം ഇവിടെ ഇരുന്ന് എഴുതുകയാണ്, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും പറയുന്നത്. അതായത് ഇങ്ങനെ സംസാരിക്കുന്ന ഹസ്ബൻഡിന് ബുദ്ധിമുട്ടായിരിക്കും എന്നായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ പറയാം അതൊന്നും കുഴപ്പമില്ല, അദ്ദേഹം ഇവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അദ്ദേഹത്തിന് അത് ബാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. വെരി വെൽ, ഐ വിൽ കം ഇഫ് ഐ ക്യാൻ. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. എസൈഡ് എന്തായിരിക്കും, നമ്മൾ ഈ ഫോൺ മാറ്റി വെച്ചിട്ട് അവർ കേൾക്കണ്ട എന്നുള്ള രീതിക്കുള്ള സംസാരമാണ് കേട്ടോ എസൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഡിയർ മീ, ഹൗ ഡസ് ടയർ എ പേഴ്സൺസ് ആം ടു ഹോൾഡ് ദിസ് തിങ് അപ്പ് സോ ലോങ്, ഐ വിഷ് യു വുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് വീണ്ടും അവിടെ നിന്ന് സംസാരിക്കണം. അതായത് അവരെന്താ പറയുന്നത്, എൻ്റെ അമ്മ ഇത്ര നേരമായി ഞാൻ ഈ ഫോണും കൈ പിടിച്ചിരിക്കുന്നു, കൈ കടയാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പറയും ഹോ അങ്ങ് ബുദ്ധിമുട്ടായല്ലോ, കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി, എത്ര നേരം ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഇവളൊന്ന് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഐ വിഷ് ഷീ വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക അവിടെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്ക് എന്ത് സംഭവിക്കുകയാണ്, വീണ്ടും അവിടെ നിന്ന് അവർ സംസാരിക്കുകയാണ്. ഓ നോ നോട്ട് അറ്റ് ഓൾ, ഐ ലൈക്ക് ടു ടോക്ക് ബട്ട് ഐ ആം അഫ്രൈഡ് ഐ എം കീപ്പിംഗ് യു ഫ്രം യുവർ ഫേസ്. അവർ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അങ്ങ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആളെന്താ പറയുന്നത്, ആളുടെ ഇഷ്ടക്കേടൊക്കെ മറച്ചിട്ട് ആളെന്താ പറയുന്നത്, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ജോലികൾക്ക് എന്തെങ്കിലും തടസ്സം സംഭവിക്കുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് എന്നോർത്തുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ, അല്ലാണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. വിസിറ്റേഴ്സ്, നോ വി നെവർ യൂസ് ബട്ടർ ഓൺ ദം. വീണ്ടും എന്താ ഫുഡ് റിലേറ്റഡ് ആയിട്ട് കാര്യം പറഞ്ഞാൽ ഞങ്ങളതിൽ ബട്ടറൊന്നും യൂസ് ചെയ്യാറില്ല. യെസ്, ദാറ്റ് ഇസ് വെരി ഗുഡ് വേ, അത് നല്ലൊരു കാര്യമാണ്. ബട്ട് ഓൾ ദ കുക്ക് ബുക്സ് സേ ദേ ആർ വെരി അൺഹെൽത്തി വെൻ ദേ ആർ ഔട്ട് ഓഫ് സീസൺ. എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാട്ടോ, അപ്പോൾ കുക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ് അത് നല്ലതാണ്, പക്ഷേ എന്താ പറയുക നമ്മുടെ കുക്ക് ബുക്കുകളിലൊന്നും, അതായത് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉള്ള ബുക്കുകളുണ്ടല്ലോ, നമുക്ക് ഇപ്പോഴാണെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്, അന്ന് അതൊന്നും ഇല്ലല്ലോ, റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അന്നൊക്കെ ബുക്സാണ്. അപ്പോൾ അതിലൊന്നും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം എന്തിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് നമുക്കറിയില്ല. ആ ഒരു സാധനം ഔട്ട് ഓഫ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ആരോഗ്യത്തിന് നന്നല്ല എന്നാണ് അതിലൊക്കെ കാണുന്നത് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഹി ഡസൻറ്റ് ലൈക്ക് ദം എനിവേ, എസ്പെഷ്യലി ക്യാൻഡ്. മാത്രമല്ല അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല, ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല, എസ്പെഷ്യലി ക്യാൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാനിലാക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. Oh, I think that is too high for them. We have never paid over 50 cents a bunch. ഞങ്ങൾ ഒരു ബഞ്ചിന് 50 സെൻസിൻ്റെ മേലൊന്നും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. മസ്റ്റ് യു ഗോ, വെൽ ഗുഡ് ബൈ. അപ്പോൾ ശരി നിനക്ക് പോരായോ, ശരി ഗുഡ് ബൈ എന്ന് അപ്പോൾ തന്നെ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ചാടിക്കയറി അങ്ങോട്ട് പറയണം ശരി ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ട്. യെസ് ഐ തിങ്ക് സോ, ഗുഡ് ബൈ. അതേപോലെ തന്നെ അപ്പോഴും വീണ്ടും അവിടെ നിന്ന് അവരെന്തോ സംസാരിക്കുകയാണ്, അത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാണ്ട് വീണ്ടും ഇവർ അങ്ങോട്ട് എന്ത് പറയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, എന്നാൽ ശരി കേട്ടോ ഗുഡ് ബൈ എന്നുകൊണ്ട് വീണ്ടും പറയണം.
അപ്പോൾ വീണ്ടും പോസ് എന്ന് പറയുന്നുണ്ട്. അവർ സ്വാഭാവികമായിട്ടും അവരൊന്നും നിർത്തിയിട്ടില്ല, വീണ്ടും അവരെന്തോ പറയുന്നുണ്ട്. അപ്പോൾ അവരെന്താ മറുപടി കൊടുക്കുന്നത്? 4 o'clock then I'll be ready, ഗുഡ് ബൈ. 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ റെഡി ആയി നിൽക്കാം, എന്നാൽ ശരി കേട്ടോ എന്നുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. താങ്ക് യു എവർ സോ മച്ച്, ഗുഡ് ബൈ. അപ്പോൾ താങ്ക് യു കേട്ടോ, എന്നാൽ ശരി ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കുറേ തവണ ഗുഡ് ബൈ പറയുന്നത് നിർത്തി പോകുമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗുഡ് ബൈ പറയുന്നുണ്ട്. Oh, not at all. Just as fresh which. Oh, I'm glad to hear you say that. Goodbye. ഓ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കേട്ടതിൽ. അതേപോലെ തന്നെ എന്താണ് വീണ്ടും അവരെന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ഗുഡ് ബൈ ട്ടോ എന്ന് പറയുന്നുണ്ട്. ഹാങ്സ് അപ്പ് ദ ടെലിഫോൺ ആൻഡ് സേസ്. എന്നിട്ട് വേഗം ചാടിക്കറി ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഓ ഇറ്റ് ആസ് ടയർ എ പേഴ്സൺ സാംസോ. ഒരു മനുഷ്യൻ്റെ കൈ കടഞ്ഞു, എൻ്റെ കൈ ഇങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങി, എത്ര നേരമായി ഇത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷേ അവൾ സംസാരിക്കും, അവരോട് എന്താ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആ ഒരു സെക്ഷൻ കോൺവെർസേഷൻ ആയിട്ട് വരുന്ന കാര്യം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു 3 ലൈൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. എ മാൻ ഡെലിവേഴ്സ് എ സിംഗിൾ ബ്രൂട്ടൽ ഗുഡ് ബൈ ആൻഡ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അവസാനിക്കുമ്പോഴേക്കും ആ ഒരു മാനിൻ്റെ ആ ഒരു ഗുഡ് ബൈ കൂടെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോട്ട് സോ വിത്ത് ദ ജെന്റിൽ സെക്സ് ഐ സേ ഇറ്റ് ഇൻ ദെയർ പ്രൈസ് ദേ കനോട്ട് അബൈഡ് അബ്രപ്റ്റ്നെസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടേക്ക് ഈ സെക്സ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ മൊത്തത്തിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്താണ്, ഞാൻ അവരെ കുറ്റം പറയുന്നല്ല കേട്ടോ, പ്രൈസ് ചെയ്യുകയാണ് എന്നുള്ള രീതിക്കാണ് ആൾ പറയുന്നത്, പുകഴ്ത്തി പറയുകയാണ്. അതായത് അവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടക്കേട് അബ്രപ്റ്റ്നെസ് മറക്കാനൊന്നും അവരെ കൊണ്ട് അറിയില്ല, എങ്ങനെയെങ്കിലും അവരുടെ പുറത്ത് വരുന്ന രീതിക്കാണ് അവരെപ്പോഴും ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്